നമ്മൾ മസീറ ഫിഷ് മാർക്കറ്റിലേക്ക് പോവാണ്. മസീറയിലേക്ക് ട്രിപ്പ് പോവാന് പ്ലാൻ ഇട്ടപ്പോ തന്നെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നതാണ് അവിടുത്തെ മീൻ കഴിക്കണം എന്നുള്ളത്. അങ്ങനെ അവിടുത്തെ ഫിഷ് മാർക്കറ്റിലെത്തി. ഓരോ വണ്ടി വരുമ്പോഴും ഓരോ കൊട്ടയിലായിട്ട് മീൻ ഇങ്ങനെ കൊണ്ടുവന്ന് കൊട്ടുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്നും ഓരോ മീനുകൾ വേർതിരിച്ച് എടുക്കുകയാണ്. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയപ്പോ അവിടെ പുറത്തുനിന്നൊന്നും ആരും ഉണ്ടായിരുന്നില്ല. മെയിനായിട്ടും എക്സ്പോർട്ട് ചെയ്യാനുള്ള ഫിഷ് അവര് സെറ്റ് ചെയ്ത് വെക്കായിരുന്നു. ഞങ്ങളെ കണ്ടതും അവരിങ്ങനെ ഓരോരുത്തരായിട്ട് കുറേശ്ശെ മീൻ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നു. നമ്മൾ പൈസ കൊടുത്ത് മീൻ മേടിക്കാൻ വന്നതാണ്. പക്ഷെ നമുക്ക് പൈസ കൊടുക്കേണ്ടി വന്നില്ല. മലയാളികളും ബംഗാളികളും നമുക്ക് ഫ്രീ ആയിട്ട് കുറെ നല്ല നല്ല മീനുകളൊക്കെ തന്നു. അത് ലോക്കല് മീനുകളൊന്നല്ല, നല്ല നല്ല വലിയ വലിയ ചെമ്മീന്, കൂന്തള്, അങ്ങനത്തെ ഞണ്ട്, വലിയ വലിയ ഞണ്ടുകളും ഒരുപാട് നല്ല നല്ല മീനുകൾ കിട്ടി. അങ്ങനെ ഒരു ചാക്ക് പകുതിയോളം മീന് കിട്ടിയിട്ട് അതുമായിട്ട് ഞങ്ങൾ പോവാണ്. അപ്പോൾ കുറച്ച് ചെമ്മീനും കൂന്തളും നമ്മൾ അവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതവര് ഒരു 10 മണിയാകുമ്പോൾ വന്ന് മേടിക്കാൻ വേണ്ടി പറഞ്ഞു. നമ്മുടെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ് ഒമാനിലെ കാവയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട്. അപ്പൊ അവിടെ വരുന്നവർക്ക് കുടിക്കാനായിട്ട് ഒരു ഫ്ലാസ്കിൽ കാവയും അതിന്റെ അടുത്ത് ഖജൂറും വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ഓരോ ഗ്ലാസ് കാവയും ഖജൂറൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. മസീറയിലെ കടല് കാണാൻ നല്ല ഭംഗിയാണ്. നീലയും പച്ചയും നിറമുള്ള വെള്ളമായിരിക്കും അവിടുത്തേത്. അധികം തിരകളൊന്നും ഇല്ലാത്ത ശാന്തമായ കടല്. പലതരത്തിലുള്ള പക്ഷികളെ നമുക്ക് ഇവിടെ കാണാൻ പറ്റൂട്ടോ. ഒരുപാട് ദേശാടന പക്ഷികള് ഇടയിലൊന്ന് തങ്ങുന്ന സ്ഥലം കൂടിയാണ് ഈ മസീറ. ഇങ്ങനെ പോണെങ്കിൽ ഈ സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡ് ഇങ്ങനെ ഇങ്ങനെ പോവാണെങ്കിൽ അത് സലാല. ഇതിങ്ങനെ ഈ കാരം ഇങ്ങനെ പോവാണെങ്കിൽ ആ സൈഡ് ടൂർ മസ്കറ്റ് ഇല്ലേ, അതുകൊണ്ടാണ് നമ്മൾ അത് സലാലയിൽ പോയി ഇതിന് കയറിയില്ലേ. വെള്ളത്തിൽ നോക്കുമ്പോ ഒരുപാട് മീനുകൾ ഇങ്ങനെ പോകുന്ന കണ്ടിട്ടോ. അങ്ങനെ മീനുമായിട്ട് നമ്മൾ താമസിക്കുന്ന വില്ലയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയ മീനാണിത്. മസീറ ഫിഷ് മാർക്കറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയ മീന്. ക്രാബ് ഒന്നുള്ളൂ അല്ലേ? അത് ഇഷ്ടംപോലെ. അങ്ങനെ കിട്ടിയ മീനുകളെല്ലാം നമ്മൾ ഓരോരോ മീനുകളായിട്ട് വേർതിരിച്ച് വെച്ചിട്ടാം. നമ്മൾ മുന്നേ ഓർഡർ ചെയ്ത കൂന്തളും ചെമ്മീനൊക്കെ നമ്മൾ 10 മണിയാകുമ്പോൾ പോയി വാങ്ങി. അന്നത്തെ ദിവസത്തെ കറക്കൊക്കെ കഴിഞ്ഞ് രാത്രി എല്ലാവരും കൂടെ കിച്ചണിൽ കയറി നമ്മൾ കുക്ക് ചെയ്യാട്ടോ. ഒരുപാട് ചെമ്മീന്, കൂന്തള്, ഞണ്ട്, അങ്ങനെ പലതരത്തിലുള്ള മീനുകള് ഒക്കെ കൂടെ കൂടിയിട്ട് നമ്മൾ അന്ന് കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടി പ്ലാൻ. ഈ വാങ്ങിയ മീനുകളെല്ലാം തിരിച്ചു കൊണ്ടുപോവാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അന്നത്തെ ദിവസത്തെ രാത്രിക്കലത്തെ ഫുഡിന്റെ പ്ലാനിങ് എല്ലാം ചേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി വിചാരിച്ചത്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും കൂടെ കിച്ചണിൽ ഇറങ്ങി
എല്ലാവരും കൂടെ കുക്ക് ചെയ്യുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ മീൻ കട്ട് ചെയ്യുന്നത് ഏകദേശം ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 1-2 പേര് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. കൂന്തൽ റോസ്റ്റ് ചെയ്യാണ്, അതുപോലെ ചോറും വെക്കുകയാണ്. അതിന്റെ ഇടയിൽ മത്തി മുളകിടുന്നുണ്ട്. ചെമ്മീന് നമ്മള് വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ട്രിപ്പിന്റെ ഇടയിൽ ഞങ്ങൾ കുക്ക് ചെയ്യാനൊന്നും ഇല്ലാന്ന് പറഞ്ഞെങ്കിലും എല്ലാവരും കൂടെ അങ്ങോട്ട് കിച്ചണിൽ ഇറങ്ങി കുക്ക് ചെയ്തപ്പോ അത് നല്ലൊരു രസമുള്ള ഒരു അനുഭവമായിരുന്നു കേട്ടോ. ഒരു 9:30 തുടങ്ങിയ കുക്കിംഗ് ഏകദേശം 11:30-12 മണി വരെ നീണ്ടു നിന്നു. ഏകദേശം 3 കിലോ ചെമ്മീന്, 3 കിലോ കൂന്തള്, 3 കിലോ ഞണ്ട്, ഇത്രയാണ് നമ്മൾ എക്സ്ട്രാ വാങ്ങിയത്. പിന്നെ മത്തി, കോര, അങ്ങനെ പലതരത്തിലുള്ള മീനുകളും ഉണ്ടായിരുന്നു. ഒരിത്തിരി മെനക്കെട്ടെങ്കിലും അന്നത്തെ ദിവസത്തെ ഡിന്നർ അത് ഒരു അടിപൊളി ഡിന്നറായിരുന്നു. പൂളാൻ ഫ്രൈ, ഞണ്ട് വറ്റിച്ചത്, ചെമ്മീൻ വരട്ടിയത്, മത്തി മുളകിട്ടത്, ചോറ്, കൂന്തൽ വരട്ടിയത്, ഫിഷ് ഗ്രിൽ ചെയ്തത്, ഇത്രയായിരുന്നു കേട്ടോ നമ്മുടെ ഡിന്നറിന്റെ വിഭവങ്ങള്.